ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പുറത്ത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ പരാതി നൽകിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷന്റെ വെളിപ്പെടുത്തൽ വോട്ടർ പട്ടിക ക്രമക്കേട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം തുടർച്ചയായി പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തിയിരുന്നു. വ്യക്തികൾ നൽകിയ പരാതികൾ പരിശോധിക്കുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം പാർലമെന്റിനകത്തും പുറത്തും ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ എത്രത്തോളം ആത്മാർത്ഥമായി ഇടപെടുന്നുണ്ട് എന്നും അതിൽ എത്രത്തോളം വസ്തുതകളുണ്ട് എന്ന് തെളിയിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലും ഒപ്പം ഇന്നും പാർലമെന്റിൽ രാജ്യസഭയും ലോക്സഭയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം തുടർച്ചയായി നടപടികൾ തടസ്സപ്പെടുത്തുന്നത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ക്രമക്കേടുകൾ നടന്നു. അതിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ പറ്റിയത് പാർലമെന്റിനകത്ത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നും രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് രേഖാമൂലം വ്യക്തമാക്കിയിട്ടുള്ളത് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനും പരാതി നൽകാനുമുള്ള അവസരം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. അത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾക്കും ഒപ്പം സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾക്കും നൽകിയിരുന്നു. ഡൽഹിയിലും രാജ്യതലസ്ഥാനത്തും ഒപ്പം രാജ്യവ്യാപകമായും കോൺഗ്രസ് ആണ് ഈ വിഷയം ഏറ്റെടുത്തതെങ്കിൽ ബീഹാറിൽ ഏറ്റവും കൂടുതൽ ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുകയും അതിൽ ബഹളം വെക്കുകയും ചെയ്തിട്ടുള്ളത് RJDയും തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളുമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള ഈ അവസരം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനും അത് പരിഹരിക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുള്ള അവസരം ഉന്നയിക്കാൻ കോൺഗ്രസോ RJDയോ സമാജ്വാദി പാർട്ടിയോ ഒരു പ്രതിപക്ഷ പാർട്ടിയും അത് ഉപയോഗപ്പെടുത്തുകയോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ രേഖാമൂലം പരാതി നൽകുകയോ ചെയ്തിട്ടില്ല എന്നാണ് കമ്മീഷൻ ഇന്ന് അറിയിച്ചിട്ടുള്ളത്. അതായത് പാർലമെന്റിലും ഒപ്പം പുറത്തും മാധ്യമ ശ്രദ്ധ നേടാനുള്ള പ്രതിഷേധങ്ങൾക്കപ്പുറത്തേക്ക് ആ വിഷയത്തിൽ യാതൊരു തരത്തിലുമുള്ള അടിസ്ഥാനപരമായ വസ്തുതയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ ചൂണ്ടിക്കാണിക്കാൻ രേഖാമൂലം ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസിനില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ പൊള്ളയായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുക, കേന്ദ്ര സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറ്റപ്പെടുത്തുക എന്ന നിലപാടാണ് കോൺഗ്രസ് തുടർന്നു വരുന്നത്. ഇതാദ്യമായിട്ടല്ല. കഴിഞ്ഞ ഓരോ പാർലമെന്റ് സമ്മേളന കാലയളവും പരിശോധിക്കുമ്പോൾ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസും പ്രതിപക്ഷവും സഭാ നടപടികൾ തടസ്സപ്പെടുത്തും. പിന്നീട് കാലം മുൻപോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം ഉയർത്തിയിട്ടിരുന്ന വാദങ്ങളിൽ യാതൊരു കഴമ്പുമില്ല എന്ന് തെളിയുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും വലിയ മറ്റൊരു ഉദാഹരണം പെഗാസസ് ആയിരുന്നു. പെഗാസസ് വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തി. പിന്നീട് ആ കേസ് കോടതിയിലേക്ക് എത്തിയപ്പോൾ ഫോൺ ചോർത്തിയെന്ന് അവകാശപ്പെട്ട രാഹുൽ ഫോൺ ഹാജരാക്കിക്കൊണ്ട് അന്വേഷണത്തോട് സഹകരിക്കാനോ അല്ലെങ്കിൽ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സഹകരണം നടത്താനോ കോൺഗ്രസോ രാഹുലോ മറ്റ് നേതാക്കളോ തയ്യാറായില്ല എന്ന വസ്തുത നമുക്ക് മുൻപിലുണ്ട്. അതിന് സമാനമായാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വലിയ ബഹളം പാർലമെന്റിനകത്തും പുറത്തും വെക്കുന്നു. എന്നാൽ അത്തരം ഒരു പ്രശ്നവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ ചൂണ്ടിക്കാണിക്കാനോ അത്തരം ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താനോ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. വലിയ ഇരട്ടത്താപ്പ് നയം, അതല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടാൻ നടത്തുന്ന പ്രതിഷേധങ്ങൾക്കപ്പുറത്തേക്ക് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധികാരികമായി രേഖാമൂലം അടിസ്ഥാനമുള്ള എന്തെങ്കിലും വസ്തുതകളോ പരാതികളോ കമ്മീഷന് മുൻപിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിനും പ്രതിപക്ഷ കക്ഷികൾക്കും സാധിച്ചിട്ടില്ല എന്ന് വേണം വിലയിരുത്താൻ. വിഷ്ണു. ശരി, ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.